കോഴിക്കോട് കാരശ്ശേരിയിൽ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാരെ ആദ്യം വെട്ടിയത് അർഷാദിന്റെ മാതാവെന്ന് പോലീസ്. പിന്നാലെ അർഷാദും പോലീസുകാരെ വെട്ടിയെന്ന് കൽപ്പറ്റ ഇൻസ്പെക്ടർ ബിജു ആന്റണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വയനാട് SP സ്ക്വാഡിലെ SCPOമാരായ നൌഫൽ, ഷാലു എന്നിവർക്കാണ് പരിക്കേറ്റത്. കൽപ്പറ്റയിൽ നിന്നുള്ള കാർ മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് വയനാട് SPയുടെ പ്രത്യേക സ്ക്വാഡിലെ 3 ഉദ്യോഗസ്ഥർ പ്രതിയെ തേടി എത്തുന്നത്. ആ സമയത്താണ് ആക്രമണം ഉണ്ടാകുന്നത്. കൽപ്പറ്റ SHO നമ്മോടൊപ്പം ഉണ്ട്. ഈ പരിക്കേറ്റ പോലീസുകാരുടെ സ്ഥിതി ഇപ്പം എങ്ങനെയുണ്ട്? കൈയുടെ ഞരമ്പ് കട്ടായിട്ടുണ്ട്. അതിൻ്റെ സർജറി ഉടനെ നടക്കും. ഇതിൽ ആരാണ്? പ്രതിയാണോ ആക്രമിച്ചത്? പ്രതിയും പ്രതിയുടെ ഉമ്മയും ചേർന്നാണ് ആക്രമിച്ചത്. ഇതൊരു സ്ക്വാഡായതുകൊണ്ട് മഫ്തിയിലായിരിക്കും അല്ലേ? അതെ അതെ. പോലീസാണെന്ന് അറിഞ്ഞ ശേഷം തന്നെയാണ് അറിയിച്ചിട്ടുണ്ട്. പോലീസാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിടികൂടി പോകുന്ന സമയത്താണോ അതോ വീട്ടിലേക്ക് വരുമ്പം തന്നെ ആക്രമിച്ചോ? പിടികൂടി പോരുന്ന സമയത്ത് പുറകിൽ നിന്നാണ് വെട്ടിയത്. അതായത് ഈ അർഷാദിനെ പിടിച്ച് അതിന് പോകുന്ന സമയത്ത് പിറകിൽ നിന്ന്. അതെ അതെ. പ്രതിയല്ല അപ്പം ആക്രമിച്ചതല്ലേ? പ്രതിയെ ആക്രമിച്ചതിന് ശേഷം അത് ഉമ്മയാണ് മെയിനായിട്ട് വെട്ടിയിട്ടുള്ളത്. ഉമ്മയെ ആക്രമിച്ചു, പ്രതിയെ ആക്രമിച്ചു. അതിനുശേഷം ഈ രണ്ടുപേരെയും പിടികൂടാൻ കഴിഞ്ഞു. പിന്നീട് പിടികൂടിയിട്ടുണ്ട്. ഈ കൽപ്പറ്റ കാർ മോഷണ കേസ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? 4-ാം തീയതി ഒരു ടൗണിൽ നിർത്തിയിട്ട ഒരു ആൾട്ടോ കാർ മോഷണം ചെയ്തതാണ്. അതിൻ്റെ CCTVയുടെ വിഷ്വൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തി ഈ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രതിയുടെ വീട്ടിൽ കാറുണ്ടായിരുന്നു, പ്രതിയുണ്ടായിരുന്നു. പ്രതിനെ പിടിക്കുന്ന സമയത്താണ് സംഭവിച്ചത്. കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു? യെസ്. അപ്പോൾ ഈ 3 പോലീസുകാരല്ലേ വന്നേ? മൂന്നാമത്തെ ആളോ? 3 പേർക്കും പരിക്കുണ്ട്. 3 പേർക്കുണ്ട്. യെസ്. അതായത് 3 പേരെയും മെയിനായിട്ട് ഉമ്മ തന്നെയാണോ ആക്രമിച്ചത്? 2 പേരും ചേർന്നാണ് ആക്രമിച്ചത്. ഇവരെ ആദ്യം മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അതിനുശേഷം നൌഫൽ എന്ന ഉദ്യോഗസ്ഥൻ്റെ കൈക്ക് ഗുരുതരമായ പരിക്കായതുകൊണ്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൈക്ക് ശസ്ത്രക്രിയ ഏതായാലും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 പ്രതികളെയും അർഷാദിനെയും ഉമ്മയെയും അധികം വൈകാതെ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്.